ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വീണ്ടും ഒരു ഹോളുമായിട്ടാണ്. പ്യുർ കോട്ടൺ ചുരിദാർ സെറ്റ്സിന്റെ ഹോളുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് ആമസോണിൽ നിന്നും മിന്ത്രയിൽ നിന്നുമാണ്. അപ്പം പ്രൊഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. പിന്നെ പ്രൈസ് എല്ലാം സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാവേ. പിന്നെ ഞാൻ ഇട്ട പിക്ചർ ഇവിടെ ആഡ് ചെയ്തേക്കാം. ഫോട്ടോസും പിക്ചറൊക്കെ ആയിട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവാം കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് അനോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ബ്ലാക്ക് കളർ ചുരിദാർ സെറ്റ്സ് ആണ്. ഇതാണ് അതിന്റെ ടോപ്പ്. പിന്നെ ഇങ്ങനെ സിക്സാക് പ്രിന്റില് ബോട്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ സിക്സാക് പ്രിന്റില് ദുപ്പട്ടയും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ടോപ്പ് ഉണ്ടാവുക. ഇത് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് കളറില് വന്നിട്ട് അതിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് മൊത്തം പോയേക്കുന്നത്. അതിലിങ്ങനെ ഒരു വീനക്ക് ഡിസൈൻ ആണ് ഫ്രണ്ട് വന്നിട്ട്. പിന്നെ നെക്കിന്റെ പോർഷനിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഞുറി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മോഡലാണ് കേട്ടോ ഈ നെക്ക്. നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടെങ്കിൽ ഒരു എയർലൈൻ പോലാണ് കേട്ടോ ഉണ്ടാവുക. കാരണം ഫ്രണ്ടിലൊക്കെ ഞുറി വന്നിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതി വിരിവുണ്ട്. പക്ഷെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ്. സ്ലിറ്റഡ് എന്ന് പറഞ്ഞാൽ കയറ്റിയുള്ള സ്ലിറ്റ് അല്ല, ഇച്ചിരി താന്ന് കിടന്നിട്ട് താഴത്തെ പോർഷനിൽ ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സ്ലിറ്റ്, ഇച്ചിരി താന്നാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് സ്ലിറ്റ് ഉണ്ടാവുക. ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ എയർലൈൻ കുർത്തി പോലെയാണ് തോന്നുന്നത്. പിന്നെ 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ തുമ്പത്തും ഇങ്ങനെ ബോട്ടത്തിന്റെ ഡിസൈന് കൊടുത്തൊരു പടി ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പാരലൽ ബോട്ടാണ്. സെമി പലാസോ എന്നൊക്കെ പറയാം, ആ രീതിയിലുള്ള ബോട്ടാണ്. ഇത്രയും വീതിയൊക്കെ ഉണ്ടാവും. സിക്സാക്ക് ഡിസൈൻ ആണ്. വേസ്റ്റിൽ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്ന് ഇതുപോലെ തന്നെ ടോപ്പിന്റെ പോലെ ഒരു സിക്സാക്ക് ഡിസൈനിലാണ് വരുന്നത്. എന്നിട്ട് തുമ്പിലായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനും വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്തും വിഡ്ത്തും ഇതിനുണ്ട്. സെക്കൻഡ് വൺ വന്നിട്ട് അറൈന എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ മസ്റ്റാർഡ് യെല്ലോ കളർ ഫ്ലോറൽ കുർത്തിയാണ്. ഇതും പ്യൂർ കോട്ടൺ ആണ്. ഞാൻ എടുത്തേക്കുന്ന എല്ലാം പ്യൂർ കോട്ടൺ ആണ് കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. ബാക്ക് വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന്റെ നെക്ക് വന്ന് നേരത്തെ കാണിച്ച ഏകദേശം ഒരു സെയിം നെക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന എല്ലാം തന്നെ അങ്ങനെ ഒരു നെക്കാണ് എടുത്തേക്കുന്നത്. എനിക്ക് ആ നെക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു വി നെക്കാണ്, ചെറിയൊരു സെമി കോളർ പോലെ തോന്നും. അങ്ങനെ വന്നിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നെക്കാണിത്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്കാണ് വരുന്നത് കേട്ടോ. ഇത് സ്ലിറ്റഡ് കുർത്തിയാണേ. ഇതിലിങ്ങനെ ഒരു മജന്ത കളറും ഗ്രീനും ക്രീമും ബേജൊക്കെ ചേർന്നിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് പോകുന്നത്. ഇത് നല്ല ലെങ്തും ഒക്കെയുള്ള കുർത്തിയാണ് കേട്ടോ. സ്ലിറ്റഡ് കുർത്തിയാണ്. പിന്നെ ഇതിന്റെ സ്ലീവ് വന്ന് ഇതുപോലെ 3/4 സ്ലീവ് ആണ്. പിന്നെ ഇതിന്റെ ബോട്ടം വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. വേസ്റ്റ് വന്ന് ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ പാരലൽ ബോട്ടം ആണ്. ഇത്രയും വിട്ടൊക്കെയാണ് ഇതിനുണ്ടാവുക. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് മൊത്തത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. അടുത്തത് വന്ന ഒരു ബ്ലൂ കളർ ചുരിദാർ സെറ്റ് ആണ്. ഇതിലിങ്ങനെ വൈറ്റ് കളർ ഡിസൈൻ ഒക്കെ പോയിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ തുരിശ് നീല കളർ. ഇതിന്റെ ടോപ്പ് വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വന്ന് എയർലൈൻ കുർത്തിയാണ് കേട്ടോ. സ്ലിറ്റ് ഇല്ല, എയർലൈൻ ആണ്. ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെയാ പോകുന്നത്. ഇതിന്റെ നെക്കും ഇങ്ങനെ വീനെക്ക് തന്നെയാണ്. വീനെക്ക് വന്നിട്ട് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ ചെറുതായിട്ട് ഞുറി വരുന്നുണ്ട്. നെക്ക് വന്ന് ഇങ്ങനെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീനെക്ക് വന്നിട്ട് ആ വീനെക്കിൽ ഇങ്ങനെ വൈറ്റ് കളർ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. കൈയും ഇങ്ങനെ 3/4 കൈ തന്നെയാണ് കേട്ടോ. ഇത് വന്ന് പലാസ ബോട്ടം ആണേ. നല്ല രീതിയിൽ വീതിയൊക്കെ ഉണ്ട് അടിയിൽ. ഇതാ കണ്ടോ, പലാസ ബോട്ടം ആണ്. ഇങ്ങനൊരു ബാന്തിനി പ്രിന്റ് അങ്ങനെ മറ്റല്ലേ ഇതിൽ പറയുന്നത്, അതുപോലൊരു ഡിസൈൻ ആണ് ഇതിൽ പോയേക്കുന്നത്. ദുപ്പട്ട വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും സെയിം ഡിസൈൻ തന്നെയാണ് ഷോളിലും പോയേക്കുന്നത്. നെക്സ്റ്റ് വന്ന ഒരു ഗ്രീൻ കളർ ചുരിദാർ സെറ്റ് ആണ്.
അവർ പറഞ്ഞേക്കുന്ന ഇതിൽ ഒലിവ് ഗ്രീൻ എന്നാണ് ഈ കളർ മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് ഒലിവ് ഗ്രീൻ അല്ല, എനിക്ക് കറക്റ്റ് തോന്നുന്നത് ചാണകപ്പച്ച കളർ. അതിലിങ്ങനെ ഒരു വൈറ്റ് കളർ ഫ്ലോറൽ പ്രിന്റ് ആണ് മൊത്തം പോയേക്കുന്നത്. ഇത് A-ലൈൻ കുർത്തിയാണ്. ഇതിന്റെ നെക്ക് പോർഷനും നേരത്തെ കാണിച്ചതിന്റെ ഒക്കെ പോലെ തന്നെ വി നെക്ക് തന്നെയാണ്. എന്നിട്ട് സെയിം അതുപോലെ തന്നെ നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ ഞൊറി പോകുന്നുണ്ട്. നേരത്തെ കാണിച്ച അതേ ബ്രാൻഡിന്റെ തന്നെ കുർത്തിയാണ് കേട്ടോ. ഇത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഞാൻ കാണിച്ചില്ലേ, അതിന്റെ തന്നെ സെയിം കളർ ബ്രാൻഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫ്രണ്ട് ഉണ്ടാവുക. ബായ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ മസ്റ്റാർഡ് യെല്ലോ കാണിച്ചില്ലേ, അതിന്റെ പോലെ തന്നെ ഇങ്ങനൊരു സെമി കോളർ വന്നിട്ട് വീനക്കാണ് ഇതിന് ഉള്ളത്. 3/4 കൈയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു പടിയും പോകുന്നുണ്ട്. നെക്കിന്റെ പോർഷനിലും അതങ്ങനെ തന്നെ പോകുന്നുണ്ട്. ആ സെയിം ഇത് തന്നെയാണ് കൈക്കും പോകുന്നത്. ഇത് നല്ല ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഇറക്കമൊക്കെ ഉണ്ട്. ആ യെല്ലോടെ പറഞ്ഞ പോലെ തന്നെ നല്ല ഇറക്കമുണ്ട്. യെല്ലോ പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ്. ഇത് വന്ന് A-ലൈൻ കുർത്തിയാണ്. നേരത്തെ ഇതിന് മുന്നേ കാണിച്ച ബ്ലൂവും A-ലൈനാണ് കേട്ടോ. ബോട്ടം വന്ന് ടോപ്പിന്റെ സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ്. വെസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ലാസ്റ്റിക്ക് പോകുന്നുണ്ട്. സെമി പാരലൽ ബോട്ടാണ്. ബോട്ടത്തിന്റെ അടിയിൽ ഇത്രയും വിടുത്തൊക്കെയാണുള്ളത്. പിന്നെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട. ടോപ്പിന്റെ സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് ദുപ്പട്ടയിലും പോയേക്കുന്നത്. നല്ല ലെങ്തും വിടുത്തൊക്കെയുള്ള ദുപ്പട്ടയൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് വന്ന് ഒരു ലാവണ്ടർ കളറ് കോട്ടൺ കുർത്ത സെറ്റാണ് കേട്ടോ. ഇത് സ്ലിറ്റഡ് കുർത്തിയാണ്. ഇത്രയും നേരം നമ്മൾ കാണിച്ചത് മൊത്തം ഫ്ലോറൽ ബോട്ടം ടോപ്പ് ദുപ്പട്ട എല്ലാം ഒരേപോലെ ഫ്ലോറൽ ഡിസൈൻ അങ്ങനെ വരുന്നതല്ലേ കാണിച്ചേ. ഇത് വന്ന ടോപ്പിൽ മാത്രമേ ഡിസൈൻ ഉള്ളൂ. ബോട്ടം വന്ന് പ്ലെയിൻ ആണ് കേട്ടോ. ബോട്ടം ഒക്കെ നല്ല മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ പല കളർ ഉണ്ട് കേട്ടോ. ഒരു 5-8 കളറുകൾ, ഒരു 5 കളറെങ്കിലും കുറഞ്ഞതുണ്ട് ഇതിന്റെ കളറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂ ഇല്ലേ, തുരിശ് നീല എന്ന് പറഞ്ഞാൽ അതിനുണ്ട് കേട്ടോ. 3 കളറും മറ്റുണ്ട്. ബ്ലാക്ക് പിന്നെ ഒരു പർപ്പിൾ കളർ മറ്റോ അങ്ങനെ 2 കളറും കൂടെ ഉണ്ട്. ഇതിന് 5 കളറും മറ്റും ഉണ്ട്. ഞാൻ ലാവണ്ടർ ആണ് സെലക്ട് ചെയ്തത്. എനിക്ക് കളർ കണ്ടപ്പോഴും ഇഷ്ടമായി. നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ, സെയിം ആയിട്ടാണ് വന്നപ്പോഴും ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നേരിട്ട് പിക്ചർ ഇവിടെ ആഡ് ചെയ്തേക്കാവേ. ഇത് ഇങ്ങനെ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ഡിസൈൻ അല്ല പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെ വൈറ്റ് കളർ പ്രിന്റ് ആണ് പോകുന്നത്. പോകുന്ന പ്രിന്റ് ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇങ്ങനെ അകമ്പുറം പ്രിന്റ് വന്നാൽ പോകില്ല എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ തുണി എടുക്കുമ്പോൾ അങ്ങനെ നോക്കി എടുക്കാറുണ്ട്. പിന്നെ ഇതിനിങ്ങനെ ഒരു വീനക്ക് തന്നെയാണ്. ഇപ്പൊ വീനക്ക് മോഡലായോണ്ട് മിക്ക കുർത്തികൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് ചുരിദാർ സെറ്റ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വീനക്ക്. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ടെസ്റ്റിൽ പോകുന്നുണ്ടേ. ഇതിനും 3/4 സ്ലീവ് ആണേ. കൈയുടെ തുമ്പത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോകുന്നുണ്ട്. നെക്കിന്റെ പോർഷനിൽ വരുന്ന പോലെ തന്നെ ഒരു ഡിസൈൻ ആണ് കേട്ടോ കൈയുടെ പടിക്ക് വന്നേക്കുന്നത്. ബാക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. സ്ട്രൈറ്റ് കട്ട് സ്ലിറ്റ് ടോപ്പാണ് കേട്ടോ ഇത്. ഇതിന്റെ ബോട്ടം വന്ന് ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ്. പ്ലെയിൻ പാരലൽ ബോട്ടാണ്. ഇങ്ങനെ വേസ്റ്റ് വന്ന് ലാസ്റ്റിക് ആണ്. ഇതിന്റെ ദുപ്പട്ട വന്ന് ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ വൈറ്റ് കളർ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് ഡിസൈൻ പോയേക്കുന്നതാണ് കേട്ടോ. ഇതും പ്രിന്റ് ആണ് കേട്ടോ. ദുപ്പട്ടയിലും ഇങ്ങനെ ഫുള്ളി പ്രിന്റ് ആണ്. നടുഭാഗത്ത് ഇങ്ങനെ വരും, തുമ്പിലായിട്ട് ഇങ്ങനെ ഡിസൈൻ വരും. നല്ല ലെങ്തും വിടുത്തുമുള്ള ദുപ്പട്ടയാണ്. പ്യൂർ കോട്ടണും ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. വെയർ ചെയ്തിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതാണ് ഇന്നത്തെ കുർത്ത സെറ്റ് ഹോള്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാം തന്നെ നല്ല പ്രൊഡക്റ്റുകളൊക്കെയാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ഒന്ന് പറയാൻ മറക്കരുത്, കമൻറ്റ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.